ഹിജാബ് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല ആളുകളും പറയുന്നത് കേട്ടു, ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതുകൊണ്ടാണ് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്തത്. പ്രസ്താവന കേട്ടാൽ തോന്നും കേരള ഹൈക്കോടതി ഇങ്ങനെ ഹിജാബ് യൂണിഫോമിൻ്റെ ഭാഗമായി ധരിക്കാൻ പാടില്ല എന്ന ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ്. ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധി സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടേതായ ഡ്രസ് കോഡുകൾ അനുവദിക്കാൻ, യൂണിഫോമുകൾ നിഷ്കർഷിക്കാനുള്ള അനുവാദമുണ്ട്. അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ മുകളിൽ ആ സ്ഥാപനത്തിൻ്റെ താല്പര്യമാണ് എന്നാണ് ആ വിധി പ്രസ്താവത്തിൻ്റെ ഉള്ളടക്കം. ഇന്ത്യയിലെ ഒരു കോടതിയും യൂണിഫോമിൻ്റെ കൂടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സെൻറ്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് അവിടെ ധരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കാൻ അനുവദിക്കാത്തത് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്ന വിധത്തിൽ ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് തെറ്റായ വിവരണമാണ്. കർണാടകത്തിലെ BJP സർക്കാരാണ് ഹിജാബ് നിരോധനം നടത്തിയത്. സുപ്രീം കോടതി കർണാടക ഹിജാബ് കേസിൽ നിർണായകമായ വിധി പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഭരണഘടനാ ബെഞ്ചിന് ഈ വിഷയം റഫർ ചെയ്യപ്പെടുന്നത്. ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു? ഹിജാബ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ പെടുന്നതല്ല. മതപരമായ വിഷയത്തിൽ ഇത്തരം തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമോ അവകാശമോ അല്ലെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റിയോ കോടതികൾക്കില്ല. മതപരമായി ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അത് എസൻഷ്യലാണോ അല്ലേ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ പ്രാമാണികമായി പറയേണ്ട കാര്യമാണ്. അത് ഒരു മതസമൂഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഇന്ത്യയിലെ ഭരണഘടന ഒരു കോടതിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആർട്ടിക്കിൾ 25 പറയുന്ന മതപരമായ സ്വാതന്ത്ര്യം, ആ മതപരമായ സ്വാതന്ത്ര്യം പരമപ്രധാനമാണ്. ജസ്റ്റിസ് സുധൻഷു ലുധിയ പുറപ്പെടുവിച്ച ജഡ്ജ്മെൻറ്റിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ കേസിലെ പ്രധാന ചോദ്യം കുട്ടിയുടെ വിദ്യാഭ്യാസമാണ്. ഹിജാബ് നിരോധനത്താലുള്ള അപമാനത്താൽ അവർക്ക് അവിടെ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യമായ ആചാരമാണോ എന്ന ചോദ്യവും തർക്കവും ഈ വിഷയത്തിൽ പ്രസക്തമേ അല്ല. ഇക്കാര്യത്തിൽ ഹൈക്കോടതി തെറ്റായ പാതയിലായിരുന്നു. ഇത് ആത്യന്തികമായി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ്, ചോയ്സിൻ്റെ കാര്യമാണ്. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ ഒരാളുടെ ചോയ്സാണ്. ആർട്ടിക്കിൾ 14ഉം 19ഉം ഒരു പൗരന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഹിജാബ് നിരോധനം കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിത നിലവാരം നമ്മൾ മെച്ചപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഏതെങ്കിലും മതപരമായ ആചാരമായിരിക്കാം, അല്ലായിരിക്കാം. ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ സംരക്ഷണം തേടുമ്പോൾ കോടതി പ്രാഥമികമായും പരിഗണിക്കേണ്ടത് അതായിരുന്നു. ഹിജാബ് ധരിക്കുന്നത് നിയന്ത്രിക്കാൻ സർക്കാരോ സ്കൂളോ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സാധുവാണോ എന്നാണ് കോടതി ആദ്യമേ പരിശോധിക്കേണ്ടിയിരുന്നത്. വളരെ ക്ലിയറായ ഒരു ജഡ്ജ്മെൻ്റാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. കർണാടകയിലെ ഹിജാബ് കേസിലും ബിജോ ഇമ്മാനുവൽ കേസിൻ്റെ ആസ്പെക്റ്റുകൾ ബാധകമാകുമെന്ന് സുപ്രീം കോടതി ജഡ്ജി നിരീക്ഷിക്കുകയുണ്ടായി. ഹേമന്ത് ഗുപ്ത ഹിജാബ് നിരോധനം ശരിവെച്ചതോടെ ഒരു വിശാലമായ ബെഞ്ചിന് കേസ് പോവുകയാണ് ഉണ്ടായത്. വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ സുപ്രീം കോടതി എപ്പോഴും റഫറൻസായി ഉപയോഗിക്കുന്ന ഒരു കേസാണ് ബിജു ഇമ്മാനുവൽ കേസ്. എറണാകുളം ജില്ലയിലെ കുഴിക്കാട്ടൂർ ഒല്ലൂരിനടുത്തുള്ള സ്കൂളിൽ പഠിച്ചിരുന്ന ബിജോ ഇമ്മാനുവൽ, ബിനോ ഇമ്മാനുവൽ, ബീന ഇമ്മാനുവൽ എന്നീ സഹോദരങ്ങളെ സ്കൂളിൽ രാവിലെ ദേശീയഗാനം പാടുമ്പോൾ ഏറ്റുപാടാത്തതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. ദേശീയഗാനം പാടുന്നത് യഹോവ സാക്ഷികളായ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ എതിരാണ് എന്നായിരുന്നു അവരുടെ വാദം. ഇതിനെതിരെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സ്കൂളിൻ്റെ തീരുമാനം ശരിവച്ചു. എന്നാൽ പിതാവ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസിൽ 1986 സുപ്രീം കോടതി വിധി പറഞ്ഞത്. ജസ്റ്റിസുമാരായ ചിന്നപ്പ റെഡ്ഡി, MM ദത്ത് എന്നിവരുടെ വിശാലമായ ബെഞ്ച് പറഞ്ഞ വിധിന്യായം മതസ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. മതവിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ ദേശീയഗാനം പാടാതിരിക്കുന്നതിൽ തെറ്റില്ലെന്നും അങ്ങനെ ചെയ്യാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19A
ആർട്ടിക്കിൾ 25 എന്നിവ അനുമതി നൽകുന്നു എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധിന്യായം. ഒരു വ്യക്തിയുടെ മതവിശ്വാസം ഭരണഘടനാ പരിധിക്കുള്ളിലാണെങ്കിൽ അതിനെ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ സർക്കാരിനോ അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അന്ന് കുട്ടികളെ തിരിച്ചെടുക്കേണ്ടി വന്നു. ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് മാത്രമല്ല ബിജു ഇമ്മാനുവൽ കേസിലെ സുപ്രീം കോടതി വിധിയുടെ പ്രത്യേകത. യൂണിഫോമിൻ്റെ പേരിൽ നമ്മൾ വരച്ചിടുന്ന കള്ളികൾക്കപ്പുറത്തും വിദ്യാർത്ഥികൾക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നാണ് ഈ വിധിയുടെ കാതൽ. കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് മനസാക്ഷി സ്വാതന്ത്ര്യത്തിനും സ്വതന്ത്രമായി മതം സ്വീകരിക്കാനും ആചരിക്കാനുമുള്ള മൗലികാവകാശത്തിൻ്റെ ലംഘനമാണെന്ന് മാത്രമല്ല, സുപ്രീം കോടതി വിധിയിൽ അന്ന് പറഞ്ഞത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) എല്ലാ പൗരന്മാർക്കും തങ്ങളുടെ ആവിഷ്കാരങ്ങൾക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്നു എന്നുകൂടിയായിരുന്നു. കർണാടക ഹിജാബ് നിരോധന കേസിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി, ഭരണഘടനാ ബെഞ്ചിൻ്റെ അന്തിമമായ വിധി വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അരക്കിട്ടുറപ്പിക്കുന്ന നിരവധി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നമ്മുടെ മുമ്പിലുണ്ട്. മുംബൈയിലെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് DK മറാത്ത നടപ്പാക്കിയ ഹിജാബ് നിരോധനവും തൊപ്പി നിരോധനവും റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി നമ്മുടെ മുമ്പിലുണ്ട്. ജസ്റ്റിസ് ഖന്ന PV സഞ്ജയ് കുമാർ അടങ്ങിയ ബെഞ്ച് 2024 ഓഗസ്റ്റിലാണ് ഈ വിധി പുറപ്പെടുവിക്കുന്നത്. ഇത് എന്തൊരു നടപടിയാണ്? ക്യാമ്പസിനുള്ളിൽ അവർക്ക് മതം വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. 2008 മുതൽ നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നു. ഇന്നാണോ നിങ്ങൾക്ക് ഇവിടെ മതം ഉണ്ടെന്ന് തോന്നലുണ്ടായത്? പെട്ടെന്നൊരു ദിവസം ഇവിടെ മതമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതാണോ? ഇതായിരുന്നു ബെഞ്ചിൻ്റെ ചോദ്യം. ഹിന്ദു വിദ്യാർത്ഥികൾ ധരിക്കുന്ന നെറ്റിയിലെ തിലകം വേണ്ട എന്ന് നിങ്ങൾ പറയുമോ? മുസ്ലിം വിദ്യാർത്ഥികൾ എന്ത് ധരിക്കണമെന്ന് അവരുടെ ഇഷ്ടമല്ലേ? അതെങ്ങനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഇതായിരുന്നു കോടതിയുടെ ചോദ്യം. സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കി അങ്ങനെയാണോ നിങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കാൻ പോകുന്നത്? ഇന്ത്യയിലെ ഒരു കോടതിയും യൂണിഫോമിൻ്റെ കൂടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന വിധി പ്രസ്താവം നടത്തിയിട്ടില്ല. വാസ്തവം ഇതായിരിക്കെ സ്കൂളിന് വേണ്ടി സംസാരിക്കുന്ന വിദ്വേഷ പ്രചാരകരൊക്കെ പറയുന്നത് 2018 ഹൈക്കോടതി വിധിയുണ്ടെന്നാണ്. യൂണിഫോമിൻ്റെ കൂടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് ഒരു ഹൈക്കോടതിയും എവിടെയും വിധിച്ചിട്ടില്ല. ഭരണഘടന പൗരന് നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കാൻ കോടതികൾക്കും അധികാരമില്ല. ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.